ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് പാർട്ട് 3 ക്ലാസ്. കഴിഞ്ഞ ദിവസം ടീച്ചർ പഠിപ്പിച്ച 2 ക്ലാസ്സുകൾ നിങ്ങൾ വ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പാർട്ട് 3 നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരാവൂ. ആ 2 ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അവിടെ നമ്മൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അതൊക്കെ പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നമ്മുടെ ഹിമാലയത്തെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ മൗണ്ടൻ. ട്രാൻസ് ഹിമാലയത്തെ കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതുപോലെ ഈസ്റ്റേൺ ഹിൽസിനെ പക്കായ്ബം, മിസോ ഹിൽസ്, നാഗ ഹിൽസ്, ഗാസി, ഗാരോ, ജയന്തിയ. ഓക്കെ, കഴിഞ്ഞ ദിവസം അതായത് പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻ. അത് ഏത് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? ഫസ്റ്റ് വെസ്റ്റേൺ ഹിമാലയ, ദെൻ സെൻട്രൽ ഹിമാലയ, ദെൻ ഈസ്റ്റേൺ ഹിമാലയ. ഓക്കെ, വെസ്റ്റേൺ ഹിമാലയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. വെസ്റ്റേൺ ഹിമാലയത്തെ വീണ്ടും നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ, 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നടത്തി. കശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓക്കെ, ഇന്ന് നമ്മൾ മറ്റ് 2 ഡിവിഷൻസിലേക്കാണ് പോവുക. സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് പഠിക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്ന പോർഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് കയറാം. നമുക്ക് നമ്മുടെ ഈ റീജിയണൽ ഡിവിഷൻസ് ഒന്ന് കാണാം. ഫസ്റ്റ് വൺ വെസ്റ്റേൺ ഹിമാലയ. ദറ്റ് ഈസ് ഇൻ ദിസ് മാർക്ക് ഇറ്റ് ഈസ് in green color. Then this yellow color or this orange color central Himalaya, and ash color eastern Himalaya. For today we are studying the 2 type of regional division, central Himalaya and eastern Himalaya. First of all we have studying central Himalaya. Central Himalaya നമുക്കിവിടെ ഒന്ന് കാണാം. സെൻട്രൽ ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ബീഹാർ, അതിൻ്റെയൊക്കെ ആ സ്റ്റേറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ. അതിന് മുകളിൽ നിങ്ങൾ നേപ്പാൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രി നിങ്ങൾ കാണുന്നുണ്ട്, നേപ്പാൾ. അപ്പോൾ നേപ്പാൾ ഭാഗത്ത് വരുന്ന, നേപ്പാളിൻ്റെ അടുത്ത് വരുന്ന ഹിമാലയത്തിൻ്റെ ഏരിയയാണ് ഈ സെൻട്രൽ ഹിമാലയ എന്ന് പറയുന്നത്. അതിന് നേപ്പാൾ ഹിമാലയമൊന്നും നമ്മൾ പറയാറുണ്ട്. കാരണം ഈ സെൻട്രൽ ഹിമാലയത്തിൻ്റെ മജോറിറ്റി ഏരിയാസും നേപ്പാളിലാണ്. ഇന്ത്യയുടെ ഭാഗത്ത് 2 ഭാഗങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തുള്ള പ്രദേശങ്ങൾ. വളരെ കുറവ് പ്രദേശങ്ങളാണ് സെൻട്രൽ ഹിമാലയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ളത്. കൂടുതലും നേപ്പാളാണ്. ഓക്കെ, അപ്പോൾ നേപ്പാളിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ആ ഏരിയയിൽ വരുന്ന നമ്മുടെ സിക്കിം പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. സിക്കിം അല്ലേ, ഇവിടെ ഒരു ചെറിയ സ്റ്റേറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. നേപ്പാളിൻ്റെ ഏറ്റവും ഏറ്റവും ഈസ്റ്റ് ഭാഗത്തായിട്ട് നോക്കുക. ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. സിക്കിം എന്നാണ് ആ സ്റ്റേറ്റിൻ്റെ പേര്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടല്ലോ, സിക്കിം കണ്ടില്ലേ? അപ്പോൾ സിക്കിം പോലുള്ള സ്റ്റേറ്റുകളൊക്കെ മാത്രമാണ് സെൻട്രൽ ഹിമാലയത്തിൽ ഇന്ത്യൻ റീജിയനിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നേപ്പാളിൻ്റെ ഭാഗമൊക്കെ നിങ്ങളൊന്ന് കാണുക. അവിടെയാണ് സെൻട്രൽ ഹിമാലയം. അപ്പം നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെൻട്രൽ ഹിമാലയ. ദ പാർട്ട് ഓഫ് ഹിമാലയ ഫ്രം റിവർ കാളി ടു റിവർ തീസ്ത. തീസ്തയും കാളിയുമാണ് സെൻട്രൽ ഹിമാലയത്തിൻ്റെ 2 ബോർഡറുകൾ. അപ്പോൾ ഇൻഡസ് തൊട്ട് കാളി വരെയാണ് നമ്മുടെ വെസ്റ്റ് ഹിമാലയ. അപ്പോൾ കാളി തൊട്ട് തീസ്ത നദി വരെയാണ് സെൻട്രൽ ഹിമാലയ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ. ടീച്ചർ കാണിച്ചു തന്നു, നേപ്പാളാണ് കൂടുതലും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ. വൈ? ബിക്കോസ് മജോറിറ്റി ഓഫ് ദ റീജിയൻസ് ഫോൾ ഇൻ
നേപ്പാൾ. ഓക്കെ, ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ഡാർജിലിംഗ് ആർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റ് സിക്കിം എന്ന് പറയുന്ന നമ്മുടെ ആ കൊച്ചു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വെസ്റ്റ് ഭാഗവും ഡാർജിലിങ്ങും സെൻട്രൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ വളരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ മിനിമലായിട്ടുള്ള റീജിയൻസ് മാത്രമേ ഈ സെൻട്രൽ ഹിമാലയത്തിൽ വരുന്നുള്ളൂ. അതിൻ്റെ മജോറിറ്റി റീജിയൻസും നേപ്പാളിലാണ്. സോ ദി സെൻട്രൽ ഹിമാലയ ഓൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ. ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ഈസ് ഇൻ നേപ്പാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആണ്, അത് നേപ്പാളിലാണ്. ഇത് മൗണ്ട് കിളിമഞ്ചാര ആൻഡ് നാഥുല പാസ്, ഇന്ത്യ ചൈന ബോർഡറിൽ വരുന്ന ഒരു പാസ്സാണ് നാഥുല പാസ്. പഴയ കാലത്ത് ചൈനയിൽ നിന്നുള്ള ട്രേഡേഴ്സൊക്കെ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡേഴ്സ് ചൈനയിലേക്ക് പോകാനും സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പാസ്സാണ് നാഥുല പാസ്. അപ്പോൾ ഈ നാഥുല പാസും മൗണ്ട് കാഞ്ചൻജംഗയും ഒക്കെ ഈ സെൻട്രൽ ഹിമാലയത്തിലാണ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഹിമാലയത്തെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെൻട്രൽ ഹിമാലയ ഈസ് ദ പാർട്ട് ബിറ്റ്വീൻ കാളി ആൻഡ് തീസ്ത റിവേഴ്സ് and it is also known as Nepal Himalaya because the majority of the regions are in Nepal. Only Sikkim and Darjeeling are in India and the highest peak Mount Everest is in Nepal and Mount Kanchenjunga and Nathula Pass, that is India-China border, is also situated in Central Himalaya. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഹിമാലയത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നദികൾ ഏതൊക്കെയാണ്? കാളി നദിയും തീസ്ത നദിയുടെയും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ്. അതിൻ്റെ കൂടുതൽ മജോറിറ്റി പോർഷൻസും നേപ്പാളിലാണ്. ഓക്കെ, അടുത്തത് ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് നമുക്ക് പോകാം. ഈസ്റ്റേൺ ഹിമാലയം നമുക്കൊന്ന് വ്യൂ ചെയ്തിട്ട് പോകാം. നിങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കുക. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ് അങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾക്കിവിടെ നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രി ആയിട്ടുള്ള ഭൂട്ടാൻ കാണാം. അതുപോലെ തന്നെ അതിനിപ്പുറം ഏതാണ്? ചൈനയാണ് അല്ലേ. ഭൂട്ടാൻ്റെ വീണ്ടും ഈസ്റ്റിലേക്ക് പോയാൽ അവിടെ നമുക്ക് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് എല്ലാവരും നോക്കി വെക്കുക. ഈ അരുണാചൽ പ്രദേശിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടും അതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ടും വരുന്ന നമ്മുടെ അയൽ രാജ്യമാണ് ചൈന. അപ്പോൾ ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, ഇത് മൂന്നുമാണ് ഇന്ത്യയുടെ ഈ ഈസ്റ്റ് ഭാഗത്തുള്ള നെയ്ബറിങ് കൺട്രീസ്. മ്യാൻമാർ എല്ലാവരും ഒന്ന് കണ്ടേ, മ്യാൻമാർ. അപ്പോൾ മ്യാൻമാർ മുകളിൽ ചൈന, ഇപ്പുറത്ത് ഭൂട്ടാൻ, ഇതൊക്കെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ. അപ്പോൾ ഈ പ്രദേശങ്ങളിലൂടെ പോകുന്ന ആ പ്രദേശത്തൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയ. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ അതുപോലുള്ള സ്റ്റേറ്റുകളൊക്കെയാണ് ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റേൺ ഹിമാലയ? ദീസ് ആർ ലോ ഹിൽസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ ഹിമാലയ. ഈസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഹിമാലയത്തിൻ്റെ എലിവേഷൻ ലോ ആയി വരുന്നു. ലോ ഹിൽസ്, ദ എലിവേഷൻ ഈസ് വെരി ലോ, ദ ഹൈറ്റ് ഈസ് വെരി ലോ. ഇൻ ദിസ് ഏരിയ ഹിമാലയ ഹാസ് ദ ലോവസ്റ്റ് ഹൈറ്റ്. These are low hills compared to the western Himalaya. This part of Himalaya is from Teesta river to Brahmaputra river. അപ്പോൾ ബ്രഹ്മപുത്ര റിവർ ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശ് പോലുള്ള ഭാഗങ്ങളിൽ വന്ന് ആസാമിലേക്ക് വന്ന് അത് ബേ ഓഫ് ബംഗാളിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ബോർഡറായിട്ട് വരുന്ന രണ്ട് നദികൾ ഏതൊക്കെയാണ്? തീസ്ത ആൻഡ് ബ്രഹ്മപുത്ര. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ആസാം ഹിമാലയ. Why? Because the majority of the regions in Assam. The highest peak in this region is Namcha Barwa. Namcha Barwa is the highest peak. Brahmaputra, Kesmang, Rohit, Subansiri are the important rivers in eastern Himalayan region. Brahmaputra riverum adinte tributarygalum Kesmang, Lohit, Subansiri. All these tributaries and Brahmaputra are the important rivers in eastern Himalaya. ബ്രഹ്മപുത്രയാണ് ഈസ്റ്റേൺ ഭാഗത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാലയൻ റിവർ. അതിൻ്റെ ട്രിബ്യൂട്ടറികളാണ് ലോഹിത്, സുബൻസിരി അങ്ങനെയുള്ള ട്രിബ്യൂട്ടറീസ്. അവരാണ് ഈസ്റ്റേൺ ഭാഗത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ്. ബോംഡില പാസ് കണക്ട് അരുണാചൽ പ്രദേശ് ടു ടിബറ്റ്.
അപ്പോൾ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഹിമാലയ ഭാഗത്തുള്ള ഒരു നെയ്ബറിങ് കൺട്രിയാണ് ടിബറ്റ്, അല്ലേ? ചൈന ടിബറ്റ് ചൈനയുടേതാണെന്ന് പറയുന്നു. പക്ഷേ ടിബറ്റിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ടാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ ഭാഗത്തുള്ള ഒരു നെയ്ബറിങ് കൺട്രിയാണ് ടിബറ്റ്. അരുണാചൽ പ്രദേശുമായിട്ട് ബോർഡറിൽ വരുന്ന ഒരു കൺട്രിയാണ് ടിബറ്റ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് ടിബറ്റിലേക്കും ടിബറ്റിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്കുമൊക്കെ പഴയ കാലത്ത് പാസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഹിമാലയത്തിലെ പാസ്സായിരുന്നു ബോംഡില പാസ്. ദിസ് ബോംഡില പാസ് ആൻഡ് ഡിഫു പാസ്, ഇറ്റ് കണക്ട് അരുണാചൽ പ്രദേശ് വിത്ത് മ്യാൻമാർ. ടീച്ചർ നമുക്കതൊക്കെ ഒന്നുകൂടി കാണാം. അരുണാചൽ പ്രദേശിൽ നിന്ന് മ്യാൻമാർ, അല്ലേ? നമ്മുടെ നെയ്ബറിങ് കൺട്രിയാണ്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാം മ്യാൻമാറും അരുണാചൽ പ്രദേശും കൂടി ബോർഡർ വരുന്നുണ്ട്. ടിബറ്റും അരുണാചൽ പ്രദേശും കൂടി ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ടിബറ്റിലേക്ക് പോകാനുള്ള പാസും മ്യാൻമാറിലേക്ക് കടക്കാനുള്ള പാസും ഇതെല്ലാം ഈസ്റ്റേൺ ഹിമാലയത്തിലുണ്ട്. ഇതിനെ ആസാം ഹിമാലയ എന്നും പറയാറുണ്ട്. ആസാം. ഓക്കെ. So, Bomdila Pass and Dibu Pass connect Arunachal Pradesh with Myanmar are the important passes here. Bomdila Pass, Dibu Pass. Okay. Then Brahmaputra and the tributaries. Highest peak Namcha Barwa. Then it is also known as Assam Himalaya. Teesta and Brahmaputra are the rivers, the border rivers in eastern Himalaya. Compared to western Himalaya and Central Himalaya, they are low-lying mountain, low hills. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹിമാലയ പർവ്വതം വളരെ ലോ ഹിൽസായിട്ട് മാറുന്നു. ഇത് തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ്. ഇതിനെ ആസാം ഹിമാലയം എന്നും വിളിക്കാറുണ്ട്. നാംച ബാർവയാണ് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ ലോഹിത്, സിബാൻസരി, കാംസങ് എന്നൊക്കെ പറയുന്ന ട്രിബ്യൂട്ടറീസും ചേർന്നാണ് ഈസ്റ്റേൺ ഹിമാലയത്തിലെ റിവേഴ്സ്. ബോംഡില പാസും ഡിബു പാസും ഈസ്റ്റേൺ ഹിമാലയ ഭാഗത്തുള്ള 2 പാസസാണ്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഹിമാലയത്തെ ഒന്നുകൂടി കാണാം. വെസ്റ്റ് ഹിമാലയം നമ്മൾ പഠിച്ചു, സെൻട്രൽ ഹിമാലയം നമ്മൾ പഠിച്ചു, ഈസ്റ്റേൺ ഹിമാലയവും നമുക്ക് പഠിച്ചു. ഇനി നമുക്ക് ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഈസ്റ്റ് ഭാഗത്തുള്ള, അതായത് ഈ മാപ്പിനകത്ത് നാഗ ഹിൽ, പക്കായ് ബം, മിസോ ഹിൽസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയില്ല. അവിടെ കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും ബോർഡർ ഭാഗമാണ്. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയവും കഴിഞ്ഞ് ഏറ്റവും ബോർഡറായിട്ട് വരുന്ന നാഗ ഹിൽസ്, പക്കായ് ബം, മിസോ ഹിൽസ് എന്നൊക്കെ പറയുന്ന ആ ഏരിയയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പൂർവാചൽ. ഈ മാപ്പിനകത്ത് നിങ്ങൾക്ക് പൂർവാചൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കാണാം. ഏത് നിറത്തിലാണത് മാർക്ക് ചെയ്തിരിക്കുന്നത്? അത് പിങ്ക് നിറത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ? പൂർവാചൽ, ഖാസി, കാരോ, ജയന്തിയ. നാഗ ഹിൽസ്, മിസോ ഹിൽസ്, പക്കായ് ബം, ഇവിടെ തരാത്ത ഒരു ഹില്ലൂടി ഉണ്ട്, മണിപ്പൂർ ഹിൽ. ഇതെല്ലാം കൂടെ ചേർന്ന ഈ ഒരു ഏരിയയാണ് നമ്മുടെ പൂർവാചൽ. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയം ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു. ദെൻ സെൻട്രൽ ഹിമാലയം ഓറഞ്ച് കളറിലും, ഈസ്റ്റേൺ ഹിമാലയം നമുക്ക് ഒരു എന്താണ് ആ കളറ്? ഒരു ആഷ് കളർ, അല്ലേ? ആഷ് കളറിലും, അതുപോലെ പൂർവാചൽ ഏറ്റവും ഈസ്റ്റിലുള്ള പൂർവാചൽ പിങ്ക് കളറിലുമാണ് തന്നിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ടോപ്പോഗ്രഫി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടോപ്പോഗ്രഫി ടീച്ചർ വീണ്ടും കാണിക്കുന്നത് ടോപ്പോഗ്രഫി വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ.
പലപ്പോഴും കുട്ടികൾക്ക് ഇതൊക്കെ മറന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്കതിൻ്റെ ടോപ്പോഗ്രഫിയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. കുട്ടികൾ അത് ബൈഹാർട്ട് പഠിക്കുന്നു. ബൈഹാർട്ട് പഠിക്കുമ്പോൾ നമുക്കതുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ ടോപ്പോഗ്രഫി പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർവാചലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പം പൂർവാചൽ എവിടെയാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും മാപ്പ് കാണിക്കുന്നത്. ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ടോപ്പോഗ്രഫി, അതിൻ്റെ പൊസിഷൻ. ഓക്കെ, പൂർവാചൽ ഹിൽസ്. ദീസ് ആർ ഹിൽസ് ഫ്രം അരുണാചൽ പ്രദേശ് ടു മിസോറം. അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറം വരെയുള്ള ഭാഗങ്ങളാണ് പൂർവാചൽ. ദീസ് ഹിൽസ് ഹാവിങ് ആൻ ആവറേജ് എലിവേഷൻ ഓഫ് 500 മീറ്റേഴ്സ് ടു 3000 മീറ്റേഴ്സ്. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊക്കെ 3000 മീറ്റേഴ്സ് വരെ വരും. എന്നാൽ 500 മീറ്റർ പോലെയുള്ള വളരെ ലോ ആയിട്ടുള്ള ഹിൽസാണ് കൂടുതലും പൂർവാചലിൽ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആർ പക്കായ് ബം. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്കായ് ബം, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. മാപ്പെടുത്ത് വെച്ച് വീണ്ടും വീണ്ടും അതിൻ്റെ പൊസിഷൻ പഠിക്കുക, പേര് പഠിക്കുക. ചിറാപുഞ്ചി ആൻഡ് മൗസിൻ റാം ലൊക്കേറ്റഡ് ഹിയർ റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. ഈ ഭാഗത്ത് നമ്മുടെ മേഘാലയ, നമുക്കൊന്നുകൂടി കാണാം മേഘാലയ എവിടെയാണ്. മേഘാലയം എല്ലാവരും നോക്കുക. മേഘാലയ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. മേഘാലയത്തിൽ കാണപ്പെടുന്ന 2 സ്ഥലങ്ങളാണ് ഈ 2 ഹയസ്റ്റ് റെയിൻഫോൾ ഏരിയ, ചിറാപുഞ്ചി ആൻഡ് മൗസിൻ റാം. എന്തുകൊണ്ടാണ് ചിറാപുഞ്ചിയും മൗസിൻ റായും തന്നിരിക്കുന്നത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ചില വർഷങ്ങളിൽ ചിറാപുഞ്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉണ്ടാവുക. ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ചിറാപുഞ്ചിക്ക് വളരെ അടുത്തുള്ള മൗസിൻ റാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൻഫോള് അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 സ്ഥലങ്ങളും പറയുന്നു, ചിറാപുഞ്ചി ആൻഡ് മൗസിൻ റാം ലൊക്കേറ്റഡ് ഹിയർ. അപ്പോൾ പൂർവാചൽ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് ചിറാപുഞ്ചിയും മൗസിൻ റാമും. ലോകത്ത് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം, പഠിച്ചു വെക്കുക. ചിറാപുഞ്ചി ആൻഡ് മൗസിൻ റാം. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? പക്കായ് ബം, നാഗ ഹിൽ, മിസോ ഹിൽ, മണിപ്പൂർ ഹിൽ. ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ എന്താണ് നമുക്കുള്ള ഒരു എളുപ്പമാർഗം? അവിടെയുള്ള നമ്മുടെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളുടെ പേരാണ് ഹില്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മണിപ്പൂർ, മിസോറം എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്റ്റേറ്റുകളുണ്ടല്ലോ, അതുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പേരുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അതിൻ്റെ ഹൈറ്റ് വളരെ ലോ ആണ്. 500 മീറ്റർ തൊട്ട് 3000 മീറ്റേഴ്സ് വരെയുള്ള പ്രദേശങ്ങൾ കാണും. ഏതാണ് ഈ പ്രദേശം? അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറം വരെയാണ് നമ്മുടെ പൂർവാചൽ ഹിൽ. ഏറ്റവും ഈസ്റ്റേൺ ഹിൽ, ഈസ്റ്റ് ഭാഗമാണ് അത്. ഇന്ത്യയുടെ അവസാന ഭാഗമാണ് പൂർവാചൽ ഹിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഹിമാലയത്തിൻ്റെ ക്ലൈമറ്റ്. ഹിമാലയത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അതിനകത്തുനിന്ന് ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും നമുക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് നമുക്ക് ഒരു ലോങ് ആൻസറായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഡിസ്ക്രൈബ് ദ ക്ലൈമറ്റ് ഓഫ് ഹിമാലയ. ഹിമാലയം എന്ന് പറയുന്ന ആ ഒരു ടോപ്പോഗ്രഫിയെ നിങ്ങളൊന്ന് ഓർത്താൽ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് നമുക്കറിയാം വളരെ കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. കാരണം വളരെ ഹൈറ്റ് കൂടിയ പ്രദേശങ്ങളാണ് ഹിമാലയം, അല്ലേ? ഹിമാലയത്തിലെ ഏറ്റവും പീക്കായിട്ട് വരുന്ന പ്രദേശങ്ങൾക്ക് ഈ 8000 മീറ്റേഴ്സ് എബോവ് ഹൈറ്റുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും. ആ കോൾഡ് ക്ലൈമറ്റിന് തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ക്ലൈമറ്റ് ഓഫ് ഹിമാലയ വേരീസ് അക്കോർഡിംഗ് ടു ദ എലിവേഷൻ ആൻഡ് ദ ടോപ്പോഗ്രഫി ഓഫ് ദ റെസ്പെക്റ്റീവ് പാർട്ട് ഓഫ് ദ റീജിയൻ. ഹിമാലയത്തിൻ്റെ എലിവേഷനും അതിൻ്റെ ടോപ്പോഗ്രഫിയും ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടായിരിക്കുന്നത്. മൈൽഡ് ക്ലൈമറ്റ് പ്രിവെയിൽസ് അലോങ് ദ ലോവർ മൗണ്ടൻ സ്ലോപ്സ് ആൻഡ് ദ ശിവാലിക് ഫുഡ് ഹിൽസ്. ശിവാലിക്കും ലോവർ മൗണ്ടൻ സ്ലോപ്സിലും മൈൽഡ് ക്ലൈമറ്റ് അനുഭവപ്പെടുന്നു. മൈൽഡ് എന്താണ് ഈ മൈൽഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ? അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ലാതെ നമ്മൾ സുഖകരമായ, വളരെ സുഖകരമായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നതാണ് മൈൽഡ് ക്ലൈമറ്റ്. ഓക്കെ, സോ മൈൽഡ് ക്ലൈമറ്റ് പ്രിവൈൽസ് അലോങ് ദ ലോവർ മൗണ്ടൻസ് ആൻഡ് ശിവാലിക് ഫുഡ് ഹിൽസ്. ശിവാലിക്കിൻ്റെ ഏറ്റവും കൊടുമുടിയിലൊന്നുമല്ല, ശിവാലിക്കിൻ്റെ ഫുഡ് ഹിൽസ് താഴെ ഭാഗത്തൊക്കെ മൈൽഡ് ക്ലൈമറ്റ്, ആളുകൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളാണ്, നമ്മുടെ സുഖവാസ സ്ഥലങ്ങളാണ്. അറ്റ് ഹയർ എലിവേഷൻ ഇറ്റ് വിൽ ബി കൺസിഡറബിളി ലോ ടെമ്പറേച്ചർ ആൻഡ് ഇൻ വിൻ്റർ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ലോ.
എന്നാൽ ഹയർ എലിവേഷൻസിൽ 8,000-7,000 മീറ്റേഴ്സ് എബോവ് സീ ലെവലൊക്കെയുള്ള മൗണ്ടൻ ഏരിയകളിൽ കൺസിഡറബിളി ലോ ടെമ്പറേച്ചർ ആൻഡ് ഇൻ വിൻ്റർ സീസൺ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ലോ. അവിടെ പൊതുവേ ലോ ടെമ്പറേച്ചർ ആയിരിക്കും, എന്നാൽ വിൻ്റർ ആവുമ്പോൾ അവിടെ ടെമ്പറേച്ചർ എക്സ്ട്രീംലി ലോ ആയിരിക്കും. ദാറ്റ് മീൻസ് ദെയർ ടെമ്പറേച്ചർ ഈസ് മൈനസിലേക്ക് പോകും വിൻ്റർ ടൈമിൽ. ഇനി ഇൻ ലഡാക്ക് റീജിയൻ പോൾ ലൈക്ക് എക്സ്ട്രീം വിൻ്റർ ക്ലൈമറ്റ് എക്സ്പീരിയൻസ്ഡ്. നമുക്കറിയാം കാശ്മീരിൻ്റെ അതിൻ്റെ സമീപത്തായിട്ട് വരുന്ന ലഡാക്ക് അല്ലേ, ലഡാക്ക് റീജിയനിൽ നമ്മൾ വെസ്റ്റ് ഹിമാലയ പഠിച്ചപ്പോൾ അവിടെ കണ്ടതാണ് ലഡാക്ക് റീജിയനിലൊക്കെ പോളാർ ഏരിയയിലെ അതേ എക്സ്ട്രീം ക്ലൈമറ്റാണ് ഉണ്ടാവുക. നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും ഏത് രീതിയിലാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോളാർ ക്ലൈമറ്റിനെ പറ്റി നല്ല അറിവുണ്ടായി. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുക, ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് എങ്ങനെയുള്ള ക്ലൈമറ്റാണ് അനുഭവപ്പെടുക? പോളാർ റീജിയൻ പോൾ ലൈക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് എക്സ്പീരിയൻസ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ റിസീവ്ഡ് അലോങ് ദ സൗത്തേൺ സ്ലോപ്സ് ഓഫ് ശിവാലിക് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. പൂർവാചലിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ചിറാപുഞ്ചി, മൗസിൻറാം പോലെയുള്ള നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ പൂർവാചൽ പോലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ് ആണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ മൺസൂൺ റെയിൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രദേശത്ത് കിട്ടുന്നു. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന 2 പ്രദേശങ്ങൾ ശിവാലിക് റേഞ്ചസും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമാണ്, പൂർവാചൽ പോലുള്ള പ്രദേശങ്ങളുമാണ്. സ്നോഫോൾ ഈസ് കോമൺ ഇൻ ദ ഹയർ റീജിയൻസ് ഓഫ് ദ മൗണ്ടൻ. ഈ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് തന്നെ ഹിമം നിറഞ്ഞ മൗണ്ടൻ തന്നെയാണ്. അതിൻ്റെ പേര് തന്നെ ഹിമം. എന്താണ് ഹിമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? സ്നോ നിറഞ്ഞു നിൽക്കുന്ന മൗണ്ടനാണ്. അതുകൊണ്ട് ഹയർ എലിവേഷൻസിലെല്ലാം സ്നോ ഫോൾ ചെയ്യുന്നു, അത് അവിടെ തന്നെ കാണപ്പെടുന്നു. അപ്പോൾ ഹിമാലയം ഒരു സ്നോ നിറഞ്ഞ മൗണ്ടനായിട്ട് കാണപ്പെടുന്നു. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ചില പ്രദേശങ്ങളിൽ മൈൽഡ് ക്ലൈമറ്റ് കാണപ്പെടുന്നു, ചില പ്രദേശങ്ങളിൽ എക്സ്ട്രീം ക്ലൈമറ്റ് കാണപ്പെടുന്നു, എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്നു. ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോളാർ ഏരിയയിലുള്ള അതേ സെയിം ക്ലൈമറ്റ് അനുഭവപ്പെടുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ഹിമാലയത്തിൽ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. പക്ഷേ ശിവാലിക് റേഞ്ചസിലും പൂർവാചൽ ഈസ്റ്റേൺ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ മൺസൂൺ റെയിൻഫോൾ കിട്ടുക. അപ്പോൾ റെയിൻഫോളും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഫീച്ചറാണ്. അതുപോലെ സ്നോഫോൾ കോമൺ ആണ് ഹിമാലയൻ മൗണ്ടനിൽ. അപ്പോൾ ക്ലൈമറ്റ് എഴുതാൻ വളരെ എളുപ്പമാണ് ഹിമാലയത്തിൻ്റെ. നിങ്ങൾ ഈ കോൾഡ് ക്ലൈമറ്റിനെ പറ്റിയും അതുപോലെ എക്സ്ട്രീം കോൾഡിനെ പറ്റിയും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. സ്നോഫോളിനെ പറ്റിയൊക്കെ ഓർക്കാം. പക്ഷേ മറന്നു പോകുന്ന ഒരു കാര്യം, അവിടെ റെയിൻഫോൾ ഉണ്ടാകുന്നതിനെ പറ്റി മറന്നു പോകും. സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോളും ഹിമാലയ പ്രദേശങ്ങളിൽ കിട്ടുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഹിമാലയത്തിലെ റിവേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഹിമാലയൻ റിവേഴ്സ്. വിച്ച് ആർ ദ മെയിൻ റിവേഴ്സ് ഇൻ ഹിമാലയ? ഇൻഡസ് റിവർ, ഗംഗ റിവർ, ബ്രഹ്മപുത്ര റിവർ. ഓക്കെ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. നിങ്ങൾ LP ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒന്നാണ്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദി, ഗംഗ നദി, ബ്രഹ്മപുത്ര നദി. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇത് നമ്മൾ ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് വരുന്നത്. ഏറ്റവും വെസ്റ്റിലാണ് ഇൻഡസ്, പിന്നെ സെൻട്രൽ ഭാഗത്താണ് ഗംഗ, ഏറ്റവും ഈസ്റ്റിലാണ് ബ്രഹ്മപുത്ര. ഓക്കെ, നമുക്ക് ഈ നദികളൊക്കെ ഒന്ന് കാണണ്ടേ? നമുക്ക് ഈ മാപ്പിലേക്ക് വരാം. ദിസ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ ഹിമാലയൻ റിവേഴ്സ്, എസ്പെഷ്യലി ഹിമാലയൻ റിവേഴ്സ്. ഇൻഡസ് റിവർ നിങ്ങൾക്ക് ഏറ്റവും വെസ്റ്റിൽ ഇവിടെ കാണാം. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജലം, രവി, ജനാം, സത്ലജ്. ജലം, രവി, ജനാം, സത്ലജ്. These are the tributaries of Indus River. Indus is the important river. Okay. Then at the central portion you can see Ganga. The famous tributary of Gangayum അവിടെ കൊടുത്തിട്ടുണ്ട് യമുന നദി അല്ലേ. യമുനയുടെ കരയിലുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അഭിമാനമായ സംഭവമാണ് നമ്മുടെ താജ്മഹൽ അല്ലേ. യമുന നദി ഏത് നദിയുടെ ട്രിബ്യൂട്ടറിയാണ്? ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. ഇന്ത്യയിലൂടെ ദീർഘദൂരം ഒഴുകുന്ന നമ്മുടെ പുണ്യ നദിയാണ് ഗംഗ. അത് സെൻട്രൽ ഹിമാലയത്തിലാണ് കാണപ്പെടുക, സെൻട്രൽ ഹിമാലയ. ഇനി ഈസ്റ്റ് ഭാഗത്തേക്ക് വന്നേ, നിങ്ങൾക്ക് അവിടെ ബ്രഹ്മപുത്ര കാണാം. ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അത് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ഭാഗത്ത് വന്ന് കയറുന്നു, ആസാമിലൂടെ ഒഴുകുന്നു, അത് ബംഗ്ലാദേശിലേക്ക് പോകുന്നു,
ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്നു. ഓക്കെ, ബ്രഹ്മപുത്രയുടെ വരവ് കണ്ടോ? ബ്രഹ്മപുത്ര വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് ഒഴുകുന്നത്? നമ്മുടെ അരുണാചൽ പ്രദേശ്, ആസാം പോലെയുള്ള സ്റ്റേറ്റുകളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ വെസ്റ്റ് ഭാഗത്ത് ഇൻഡസ് അതിൻ്റെ ട്രിബ്യൂട്ടറികളെ, സെൻട്രൽ ഭാഗത്ത് ഗംഗ അതിൻ്റെ ട്രിബ്യൂട്ടറികളെ, ഈസ്റ്റ് ഭാഗത്ത് ബ്രഹ്മപുത്ര അതിൻ്റെ ട്രിബ്യൂട്ടറീസ്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ നമ്മുടെ ഹിമാലയൻ റിവേഴ്സ്. ഓക്കെ, ഹിമാലയൻ റിവേഴ്സ് ആർ ഫ്ലഡ് പ്രോൺ ഈവൻ ഡ്യൂറിങ് സമ്മർ. വൈ? ഹിമാലയൻ റിവേഴ്സിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ ഫ്ലഡ് പ്രോൺ ഈവൻ ഡ്യൂറിങ് സമ്മർ. They are flood prone even in rainy season, but they are flood prone in summer season also. Why? ഹിമാലയൻ നദികളിൽ എല്ലാ കാലത്തും ത്രൂ ഔട്ട് ദ ഇയർ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. നമുക്ക് അത്ഭുതം വരും, സമ്മറിൽ എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക? സമ്മറിൽ സാധാരണ നദികളിലൊന്നും വെള്ളം ഇല്ല അല്ലേ, വെള്ളം വളരെ തീരെ കുറയും. പക്ഷേ ഹിമാലയൻ റിവേഴ്സ് ഓപ്പോസിറ്റാണ്. അത് റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ ഫ്ലഡ് ഉണ്ടാകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ചോദ്യം ഇതാണ്, വൈ? ഇൻഡസ് ഗംഗ, അതിൻ്റെ ആൻസർ എഴുതുമ്പം നമുക്ക് ഒറ്റ വാക്കിൽ എന്തെഴുതാം? സ്നോ മെൽറ്റ് ചെയ്താണ് സമ്മറിൽ വെള്ളം ഉണ്ടാകുന്നതെന്ന് എഴുതിയാൽ മതി. ബിക്കോസ് ഓഫ് ദിസ് മെൽറ്റിംഗ് ഓഫ് സ്നോ ഇൻ സമ്മർ സീസൺ ഈസ് ദ റീസൺ ഫോർ ദ ഫ്ലഡ് ഇൻ സമ്മർ ഇൻ ഹിമാലയൻ റിവേഴ്സ്. ബട്ട് നമുക്കൊരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് മാത്രം എഴുതി വെച്ചാൽ പോരാ, നമ്മൾ അതിനെപ്പറ്റി ഒരു 4 പോയിന്റ്സ് എഴുതാൻ പഠിക്കണം. നമുക്കൊന്ന് പഠിക്കാം. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ആർ ദ ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ദ ട്രിബ്യൂട്ടറീസ് ക്രിയേറ്റ് ദ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം. ഹിമാലയൻ റിവേഴ്സ് മാത്രം പറഞ്ഞാൽ പോരാ, ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ അതിന് പിന്നെ വെള്ളം നൽകുന്ന ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സായ ഗംഗയും ഇൻഡസും ബ്രഹ്മപുത്രയും മാത്രമല്ല, ദ ട്രിബ്യൂട്ടറീസ് ഓൾസോ, അതിൻ്റെ എല്ലാം ട്രിബ്യൂട്ടറീസ്. ഓക്കെ, നമ്മൾ റീജിയണൽ ഡിവിഷൻ പഠിച്ചപ്പം കണ്ടു ഇൻഡസ് റിവർ ആൻഡ് കാളി റിവർ, കാളി ആൻഡ് തീസ്ത റിവർ, തീസ്ത ആൻഡ് ബ്രഹ്മപുത്ര. Okay, Himalayan rivers and the tributaries create the drainage system in Himalaya. Then Himalayan rivers are rain-fed and snow-fed. Rain-fed എന്ന് പറഞ്ഞാൽ റെയിൻ കാലത്ത് വെള്ളം നിറയുക. സ്നോ-ഫെഡ് എന്ന് പറഞ്ഞാൽ സമ്മറിൽ സ്നോ കൊണ്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുക. സോ ദേ ആർ rain-fed and snow-fed. They are perennial rivers throughout the year. What is the meaning perennial? വാട്ടർ ഇഷ്ടം പോലുള്ള വറ്റാത്ത നദികളെ പറയുന്ന പേരാണ് പെരനിയൽ. അപ്പോൾ വറ്റുന്ന നദികളെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? നോൺ പെരനിയൽ. സോ ഹിമാലയൻ റിവേഴ്സ് ആർ പെരനിയൽ. സമ്മർ സീസൺ ആൻഡ് ദിസ് വിൻ്റർ സീസൺ ഓർ ഓൾ സീസൺസ്, റെയിനി സീസൺ ഓൾസോ ഹിമാലയൻ റിവേഴ്സ് ആർ flooded with water. Okay, they are rain-fed and snow-fed. They are perennial rivers. These rivers create V-shaped valleys, gorges and waterfalls. ഈ ഹിമാലയൻ റിവേഴ്സാണ് ഹിമാലയത്തെ ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. ഹിമാലയത്തിൻ്റെ മനോഹാരിതയുടെ കാരണങ്ങൾ എന്താണ്? അവിടെ വി ഷേപ്പ് വാലികളും യു ഷേപ്പ് വാലികളും ഗോർജസും സ്ലോപ്സും വാട്ടർഫോൾസും ധാരാളമുണ്ട്. ഈ വാട്ടർഫോൾസ് ഉണ്ടാക്കിയിരിക്കുന്നതും വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി, ഗോർജസ്, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഹിമാലയ റിവേഴ്സ് ആൻഡ് ദെയർ ട്രിബ്യൂട്ടറീസ്. റിവേഴ്സ് ഇറോഷനിലൂടെ അത് ഫ്ലോ ചെയ്യുമ്പോൾ ഇറോഷനിലൂടെ മണ്ണിനെ അവിടുന്ന് നീക്കം ചെയ്ത് ഇറോഷൻ കണ്ടിന്യൂ ചെയ്ത് വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് എന്ത്? വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി, സ്ലോപ്സ്, ഗോർജസ് ആൻഡ് വാട്ടർഫോൾസ്. നോക്കുക, നമ്മുടെ ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങൾ ഒന്നുകൂടി ടീച്ചറെ ഒരു മാപ്പോടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അരുണാചലിൽ നിന്ന് വരുന്ന നമ്മുടെ ബോർഡർ മ്യാൻമാർ അല്ലേ, ഭൂട്ടാൻ നിങ്ങൾക്ക് അവിടെ കാണാം, നേപ്പാൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ സെൻട്രൽ ഹിമാലയത്തിൻ്റെ ഭാഗത്തുള്ളതാണ് നേപ്പാൾ. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ഭാഗം നിങ്ങൾക്ക് കാണാം, അവിടെയാണ് തജിക്കിസ്ഥാൻ, അതുപോലെ ഉള്ള പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ബോർഡർ, നമ്മുടെ നെയ്ബറിങ് കൺട്രീസ്. അപ്പം നമ്മുടെ നെയ്ബേഴ്സിനെ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ചൈന ഇവിടെയായിട്ട് വരും, നമ്മുടെ അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ കഴിഞ്ഞ് മോള് ഭാഗത്ത് വരും ചൈന. നേപ്പാളിൻ്റെ ഭാഗത്ത് നമുക്കൊരു അയൽ രാജ്യം കൂടെ ഉണ്ട്, ടിബറ്റ്.
ടിബറ്റിലൂടെയാണ് ബ്രഹ്മപുത്ര വന്നിട്ട് നമ്മുടെ അരുണാചൽ പ്രദേശിൽ വന്ന് കയറുന്നത്. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലൂടെ ഏറ്റവും കുറവ് ഒഴുകുന്നത്. ഇതെല്ലാം ഈ ഒരു മാപ്പൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനിയും ഹിമാലയത്തിൻ്റെ മനോഹാരിതയാണ് അതിൻ്റെ വി ഷേപ്പ് വാലി. ഇതൊരു യു ഷേപ്പ് വാലിയാണ്. ഇത് നദികൾ ഒഴുകിപ്പോയി ഇറോഷനിലൂടെ ഉണ്ടാകുന്ന വാലീസാണ്. ദേ ആർ വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ റിവേഴ്സ് ഉണ്ടാക്കുന്ന മറ്റൊന്നാണ് വി ഷേപ്പ് വാലി. ദേ ആർ ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. വി ഷേപ്പ് വാലി. ദീസ് ആർ ഗോർജസ്.